പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം അനുഗ്രഹീതമായ നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാൻ സർവകൃപാലുവായ ദൈവം നമുക്ക് ഒരുക്കി നൽകിയ ഈ അസുലഭ സന്ദർഭത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ സഹകാരികളെയും യേശുക്രിസ്തുവിൽ വന്ദനം ചെയ്തുകൊണ്ട് ഈ സന്ധ്യയിലെ തിരുവചന ധ്യാനത്തിന് ആധാരമായി യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14 1 മുതൽ 3 വരെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് നമ്മൾ ഈ ഒരു മാസം മുഴുവനും കേൾക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. ഈ മാസം മന്ത് ഓഫ് ഹോപ്പ്, വളരെ പ്രത്യാശ നിർഭരമായ ചിന്തകളിലൂടെ ദൈവസന്നിധിയിൽ നാം അടുത്തു വന്നിരിക്കുകയാണ്. ഈ സന്ധിയിലും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയത് ഈ വേദഭാഗത്തെ എൻ്റെ കേൾവിക്കാർക്ക് നൽകി തരുവാനാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിന് നിരവധി പ്രത്യേകതകളാണ്. പുതിയ നിയമ ഉദ്ധരണികളെ നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിന് നിരവധി പ്രത്യേകതകൾ, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെ വർണ്ണനകളാണ് യോഹന്നാൻ്റെ സുവിശേഷങ്ങൾ. മത്തായിയും മർക്കോസും ലൂക്കോസും യേശുക്രിസ്തുവിനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ തന്നെ യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ അവർ കാണാത്ത ചില ചിന്തകളാണ് വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകതകൾ നിരവധിയാണ്. മറ്റു 3 സുവിശേഷങ്ങൾ, ആ 3 സുവിശേഷങ്ങളിലും നമ്മൾ കാണുന്നത്, സമവീക്ഷണ സുവിശേഷങ്ങളിൽ കാണുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഉപമകളുടെ ധാരാളിത്വമാണ്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വരുമ്പോൾ ഉപമകൾ കാണാൻ കഴിയുന്നില്ല. സമവീക്ഷണ സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നീ സുവിശേഷങ്ങളിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അത്ഭുതങ്ങളുടെ ധാരാളിത്തമുണ്ട്. 37 പരം അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തതായി രേഖപ്പെടുത്തുമ്പോൾ ആ 37 പരം അത്ഭുതങ്ങളെ നമ്മൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ 29 അത്ഭുതങ്ങളും കാണാൻ കഴിയും. എന്നാൽ യോഹന്നാനിലേക്ക് വരുമ്പോൾ അത് 8ആയി പരിമിതപ്പെടുകയാണ്. അപ്പോൾ വീണ്ടും ചോദ്യമുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വർണ്ണിക്കുമ്പോൾ അത്ഭുതമല്ലേ പറയേണ്ടത്? പക്ഷേ ഇവിടെ നാം അറിയേണ്ട ഒരു യാഥാർത്ഥ്യം, യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം യോഹന്നാൻ വെളിപ്പെടുത്തുന്നത് അത്ഭുതങ്ങളിലൂടെയല്ല. അതായത് അത്ഭുതം ചെയ്തതുകൊണ്ടല്ല യേശു ദൈവമായിരിക്കുന്നത്. യേശു ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. അതാ അതിൻ്റെ വ്യത്യസ്തമായ ചിന്ത. എൻ്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, യോഹന്നാൻ്റെ സുവിശേഷത്തെ നമ്മൾ ഇഴകീറി മനസ്സിലാക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തെ സമവീക്ഷണ സുവിശേഷങ്ങളിൽ വളരെയേറെ ദൈർഘ്യത്തോടെ കാണാം. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഗിരിപ്രഭാഷണത്തെ കാണാൻ കഴിയുന്നില്ല. പിന്നെന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അവസാന പ്രസംഗം യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത, ഉപമകൾ ഇല്ല എന്ന് പറയുന്നു, അത്ഭുതങ്ങൾ കുറച്ചു എന്ന് പറയുന്നു. അങ്ങനെ പല കാര്യങ്ങൾ സമവീക്ഷണ സുവിശേഷങ്ങളിൽ വിവരിച്ച പലതും യോഹന്നാനിൽ കാണാനില്ല. എന്നാൽ മറ്റു 3 സുവിശേഷകന്മാർ എഴുതാത്തത്, പറയാത്തത്, കാണാത്തത് യോഹന്നാൻ സവിസ്തരമായി പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രാധാന്യമുള്ളത് ഒരു രാത്രി, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 13 മുതൽ യോഹന്നാൻ്റെ സുവിശേഷം 18 വരെ ഒരു രാത്രിയാണ്. ഒറ്റ രാത്രിക്ക് വേണ്ടി യോഹന്നാൻ 6 അധ്യായങ്ങളാണ് മാറ്റിവെച്ചത്. മറ്റു 3 സുവിശേഷകന്മാരും 2 അധ്യായങ്ങൾ കൊണ്ട്, മാക്സിമം 2 അധ്യായങ്ങൾ കൊണ്ട് ആ രാത്രിയുടെ സംഭവങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ 6 അധ്യായം കൊണ്ടാണ് ആ രാത്രിയെ വിവരിക്കുന്നത്. ആ രാത്രിയുടെ പേര് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്ന് പൗലോസിൻ്റെ ഭാഷയാണ്. മാനവകുലത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി മണ്ണിലവതരിച്ച നസ്രനാഥൻ ഈ ലോകത്തിൽ മാനവൻ്റെ കരത്തിൽ അകപ്പെട്ട ഭീകരമായ ശിക്ഷകൾ അനുഭവിച്ച ആ രാത്രി കർത്താവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും ഏറ്റവും ശ്രേഷ്ഠമേറിയതായി യോഹന്നാൻ വർണ്ണിക്കുകയാണ്. അപ്പോൾ ആ യോഹന്നാൻ ആ രാത്രി 6 അധ്യായം കൊണ്ട് വിവരിക്കുമ്പോൾ ആ രാത്രിക്ക് ചില പ്രത്യേകതകളുണ്ട്. യോഹന്നാൻ 13 കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെസഹ ആചരണത്തിൻ്റെ ചിന്തകളാണ്. 14, 15, 16 കർത്താവിൻ്റെ അവസാന പ്രസംഗമാണ്. ഗിരിപ്രഭാഷണം മത്തായിയും മർക്കോസും ലൂക്കോസും അതിൻ്റെ വ്യത്യസ്ത ചാലുകൾ കീറി വെളിപ്പെടുത്തുമ്പോൾ
യോഹന്നാൻ ഗിരിപ്രഭാഷണം ഒഴിവാക്കിയിട്ട് കർത്താവിൻ്റെ അവസാന പ്രസംഗത്തെ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഗിരിപ്രഭാഷണത്തെക്കാൾ കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിന് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വവുമായി ആഴമായ ഒരു ബന്ധമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം ഒളിമങ്ങാതെ വെളിപ്പെട്ട ആ രാത്രിയിലെ സന്ദേശത്തിന് അത്ര കണ്ട് സ്വാധീനം ദൈവസഭയിലുണ്ട്. സ്തോത്രം. ഇനി ആ രാത്രിയിലെ പ്രസംഗം, ഇനി ആ രാത്രി ഒരു പ്രാർത്ഥനയുണ്ട്. യോഹന്നാൻ 17, യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന സമവീക്ഷണ സുവിശേഷങ്ങളിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അത് പലരും, നമ്മുടെ പല സമശിഷ്ടങ്ങളും ആ പ്രാർത്ഥനയെ ഇന്നും അറിഞ്ഞുകൊണ്ടോ അറിയാതെ കൊണ്ടോ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന യേശുക്രിസ്തുവിൻ്റെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന യോഹന്നാൻ രേഖപ്പെടുത്താതിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന എഴുതുകയാണ് യോഹന്നാൻ 17. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയേക്കാൾ ഒരുപടി ഉയരെയാണ് യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് പ്രാർത്ഥിച്ച പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, യേശുക്രിസ്തുവിൻ്റെ അവസാന രാത്രി, ഈ ലോക ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് വന്ന് പാപമോചകനായി മാനവകുലത്തിൻ്റെ രക്ഷണീയ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടി, മാനവകുലത്തിന് വേണ്ടി തൻ്റെ ജീവൻ അർപ്പിക്കാൻ തുടങ്ങുന്ന ആ ദിവസത്തിൻ്റെ തലേരാത്രി, ഏറ്റവും ഭീകരമായ നിമിഷം, തൻ്റെ പ്രാണസ്നേഹിതനാൽ ഒറ്റിക്കൊടുക്കപ്പെടുന്ന ചരിത്രത്തിലെ ഏറ്റവും ഇരുട്ടുള്ള രാത്രി, ആ രാത്രിയെ ഈ യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നല്ല വിവരണത്തോടെ രേഖപ്പെടുത്തുകയാണ്. യോഹന്നാൻ അവിടെ പറയുന്ന ഏറ്റവും പ്രാധാന്യമേറിയത് കർത്താവിൻ്റെ അവസാന പ്രസംഗമാണ്. 3 അധ്യായങ്ങളിലുള്ള പ്രസംഗമാണ്. ആ പ്രസംഗത്തിനുമുണ്ട് പ്രത്യേകത. ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത, പ്രസംഗത്തിൻ്റെ ശ്രോതാക്കൾ കൃത്യം 11 പേരാണ്. 13-ാം അധ്യായത്തിൽ പെസഹ ആചരണം കർത്താവ് നടത്തി ഖണ്ഡം വാങ്ങിയ ഉടനെ യൂദയിലേക്ക് സാത്താൻ പ്രവേശിച്ചു. സാത്താൻ പ്രവേശിച്ച യൂദ കർത്താവിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ചെയ്യുവാനുള്ളത് നീ വേഗത്തിൽ ചെയ്തു കൊള്ളുക. യൂദ പുറപ്പെട്ടു പോയി കഴിഞ്ഞു. അപ്പോൾ കൃത്യം 11 പേർ വിരിച്ചൊരുക്കിയ മാളികമുറിയിലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 11 ശിഷ്യന്മാരോടുള്ള തേൻമൊഴികളാണ് നമ്മൾ വായിച്ച സന്ദേശം. ആ പ്രസംഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വീണ്ടും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ആ പ്രസംഗം ഉപമകളില്ലാത്ത പ്രസംഗമാണ്. 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കാണുന്നുണ്ട്, തനിക്കുള്ളവരെ അരികത്ത് വിളിച്ചു, സദൃശ്യമൊന്നും പറയാതെ സ്പഷ്ടമായി അവൻ സന്ദേശം മൊഴിയുകയാണ്. അപ്പോൾ ഉപമകളില്ലാത്ത പ്രസംഗം. ആ പ്രസംഗത്തിന് വീണ്ടുമുണ്ട് പ്രത്യേകത. ഉപമകളില്ലാത്തത് കൊണ്ട് ശിഷ്യന്മാരുടെ മസ്തിഷ്കജന്യമായ മൂശയ്ക്കകത്ത് വലിയ സ്വാധീനം ചെലുത്താൻ ആ സന്ദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുൻപുള്ള പ്രസംഗങ്ങളിൽ വിത്തിൻ്റെ ഉപമ, വിതക്കാരൻ്റെ ഉപമ, വയലിൻ്റെ ഉപമ, നിതയുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, ഈ വക ഉപമകളിലൂടെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞവരാണ്. എന്നാൽ അവരുടെ ചിന്തകൾക്കകത്തളത്തിൽ വലിയ സ്വാധീനവും പിരിമുറുക്കവും സൃഷ്ടിച്ചത് ഉപമകളില്ലാത്ത പ്രസംഗമായിരുന്നു കർത്താവ് നടത്തിയത് എന്നതാണ്. ആ രാത്രി പ്രസംഗത്തിൻ്റെ ഏറ്റവും തീവ്രമായ അനുഭവം, ആ പ്രസംഗം കേട്ട 11 പേരിൽ 10 പേരും രക്തസാക്ഷികളായിരുന്നു എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ 10 പേരും, 11-ൽ 10 പേർ യോഹന്നാൻ ഒഴികെ ബാക്കി 10 പേരും രക്തസാക്ഷികളായിരുന്നു എന്ന് പറയുമ്പോൾ ആ സന്ദേശം കേൾവിക്കാരിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് എത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി ആ സന്ദേശത്തിന് കർത്താവ് ആഗ്രഹിക്കുന്ന 3 ഉദ്ദേശങ്ങളുണ്ട്. 3 ഉദ്ദേശങ്ങൾ. ആ 3 ഉദ്ദേശങ്ങൾ ഞാൻ ആരംഭത്തിൽ അങ്ങ് ഓർമ്മിപ്പിച്ചിട്ട് ആ വിഷയത്തിലേക്ക് ഞാൻ പെട്ടെന്ന് പ്രവേശിക്കാം. ഉദ്ദേശങ്ങളിൽ ഒന്നാമത്തേത്, യോഹന്നാന്റെ സുവിശേഷം 14:1 കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോൾ കർത്താവ് പ്രസംഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവിൻ്റെ മറ്റ് സന്ദേശങ്ങളൊക്കെ പൊതുസ്ഥലത്ത്, വെളിംപ്രദേശങ്ങൾ, മലമടക്കിലാണ്. കേൾവിക്കാർ വിവിധ ചിന്താഗതിക്കാരാണ്. യേശുവിനെ വാക്കിൽ കുടുക്കാൻ വന്നവർ, അത്ഭുതം കാണാൻ വന്നവർ, കർത്താവിൽ നിന്ന് വെളിപ്പെടുന്ന അത്ഭുതത്തിൻ്റെ ഭാഗമായ അപ്പം ഭക്ഷിക്കാൻ വന്നവർ, യേശുവിൻ്റെ കുറവ് തേടി വന്നവർ, അവനെ വാക്കിൽ കുടുക്കാൻ വന്നവർ, കയ്യേറ്റം ചെയ്യാൻ വന്നവർ, അങ്ങനെ വിവിധ ചിന്താഗതിയുള്ളവർ, യേശുവിനെതിരെ ആവോളം പ്രവർത്തിക്കാൻ പ്രയത്നിക്കാൻ വലിയ ചിന്തകൾ ഉൾത്തടത്തിൽ ഒരുക്കി വന്ന വലിയ കൂട്ടങ്ങളുണ്ട്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അവസാന സന്ദേശം ഇതൊരു പൊതുജനത്തോടുള്ള സന്ദേശമല്ല. പരീശവാദികളില്ല, സദൂക്യ
ബാക്കി ചിന്തകളില്ല, അവിടെ എരിവുകാരില്ല, അവിടെ ശാസ്ത്രിമാരുടെ കൂട്ടമില്ല, അവിടെ മതപുരോഹിതവാദികളില്ല, അവരുടെ സംഘാംഗങ്ങളില്ല, റോമൻ സേവകന്മാരില്ല, റോമൻ ഭരണകൂടമില്ല. എന്തിനേറെ ഈ ലോകത്തിലെ യാതൊരു താത്വികനും അവിടെയില്ല. അവിടെയുള്ളത് യേശുവിൻ്റെ കൂടെ ഇറങ്ങിയ, യേശുവിൻ്റെ വാക്ക് കേട്ട, യേശുവിനോടൊപ്പം നടന്ന, യേശുവിനോടൊപ്പം ജീവിക്കാൻ വിധിക്കപ്പെട്ട, യേശു വിളിച്ചാക്കിയ തനിക്കുള്ളവർ. അവരുടെ കാതിൽ മൊഴിഞ്ഞ ഒരു സ്വകാര്യ സംഭാഷണം യോഹന്നാൻ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വിവരിക്കുമ്പോൾ എടുത്തെഴുതണമെങ്കിൽ ആ സന്ദേശത്തിൻ്റെ പ്രാധാന്യം എത്ര തീവ്രമാണെന്ന് എൻ്റെ കേൾവിക്കാർ മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ആ സന്ദേശം കർത്താവിൻ്റെ മക്കൾ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, തനിക്കുള്ളവർ, ആ വാക്കിൽ എല്ലാ അർത്ഥങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനയോടെ ഈ കൂടിവരവിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു ദൂതാണത്. ഓർക്കണേ, നീ ഇന്ന് രാത്രി കേൾക്കുന്ന ഈ സന്ദേശം ഇത് പൊതുജനത്തോടുള്ളൊരു ദൂതല്ല, തനിക്കുള്ളവരുടെ കാതിൽ മൊഴിയുന്ന ഒരു സ്വകാര്യ സംഭാഷണമാണ്. നാം ഇന്ന് ഈ സ്വകാര്യ സംഭാഷണം അയവിറക്കുമ്പോൾ ശിഷ്യഗണങ്ങളിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് നിന്നിലും ഉണ്ടാകും. എന്താണ് അവിടെ കർത്താവ് പ്രതീക്ഷിക്കുന്നത്? ഒന്നാം ഭാഗം, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങി നിൽക്കുക. അവരുടെ ഹൃദയം കലങ്ങാൻ കാരണം കർത്താവ് പോകുന്നു എന്ന് പറഞ്ഞതാണ്. കാരണം അവരെ ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് സ്വപ്നം കാണാൻ, ജീവിക്കാൻ, ശുശ്രൂഷിക്കാൻ, എങ്ങനെ ഇടപെടണമെന്ന്, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എങ്ങനെ സംസാരിക്കണമെന്ന്, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് വിവിധ നിലകളിൽ പഠിപ്പിച്ചെടുത്ത അവരുടെ ഗുരുനാഥനാണ്. ഗുരുനാഥൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായ വേദന വലുതാണ്. കാരണം യേശു ഇല്ലാതാകുന്നത് അവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് കർത്താവിൻ്റെ വാക്ക്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ആ വാക്ക് പറയുമ്പോൾ കർത്താവിൻ്റെ ഉള്ളം കലങ്ങി നിൽക്കുകയാണ്. 1000 പ്രശ്നങ്ങൾ തിരയേറി വരുന്ന രാത്രി. ആ രാത്രി പിന്നിട്ടാൽ തനിക്ക് നേരിടുവാൻ പോകുന്നത് എന്താണെന്ന് നസ്രനാഥന് കൃത്യമായി അറിയാം. കാരണം യോഹന്നാൻ 12-13 അധ്യായങ്ങളിൽ അത് നന്നേ രേഖപ്പെടുത്തുന്നുണ്ട്. തനിക്ക് നേരിടുവാനുള്ളതറിഞ്ഞ് നാഥൻ്റെ ഉള്ളം കലങ്ങി നിൽക്കുകയാണ്. എന്താണ് നേരിടാനുള്ളത്? പെസഹ ആചരണ മാളിക മുറിക്കകത്തു നിന്ന് പിന്നീട് എത്തുന്നത് ഗത്സമേനയിൽ കർത്താവ് എത്തും. അവിടെയുള്ള പ്രാർത്ഥനയാണ്. പരീക്ഷിക്കപ്പെടാതിരിക്കാൻ ശിഷ്യന്മാർക്ക് പ്രാർത്ഥിക്കാനുള്ള ആഹ്വാനം കൊടുക്കുന്ന ആ രാത്രി. ഉറങ്ങുന്ന ശിഷ്യന്മാർ. അത് കഴിഞ്ഞ് ഹന്നാവിൻ്റെ മുൻപിലെ ക്രൂരമായ ശിക്ഷയുണ്ട്, മർദ്ദനമുറകളാണ്. അത് കഴിഞ്ഞ കയ്യഫാവിൻ്റെ മുൻപിലുള്ള ഒറ്റപ്പെടലുണ്ട്, കന്നത്തടിയുണ്ട്, കാർക്കിച്ചുള്ള തുപ്പലേൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ സന്നദ്ധി സംഘാംഗങ്ങളുടെ വിസ്താരമുണ്ട്, അവിടെയും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരും. കള്ളത്തെളിവുകളും കള്ളസാക്ഷികളും അവിടെ വരും. അത് കഴിഞ്ഞാൽ കർത്താവിനെ കൊണ്ടെത്തിക്കുന്നത് പീലാത്തോസ് എന്ന നാടുവാഴിയുടെ മുൻപിലാണ്. അവിടെ ഒരു കവർച്ചക്കാരനെ പോലെ നിൽക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ എത്തുന്നത് ഹെരോദാവിൻ്റെ മുൻപിലാണ്. ഒറ്റപ്പെട്ട് പരിഹസിക്കപ്പെടുന്ന ആ ഇടമുണ്ട്. അത് കഴിഞ്ഞാണ് ഗബതയിലെ ക്രൂരമർദ്ദനം. അങ്ങനെ ആ രാത്രി സംഭവിക്കാൻ പോകുന്ന, ആ രാത്രി പിന്നിട്ടാൽ സംഭവിക്കാൻ പോകുന്ന വലിയ സംഭവങ്ങളുടെ 1000 പ്രശ്നങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ഉള്ളിലുണ്ട്. അതോർത്ത് കർത്താവിൻ്റെ ഉള്ളം കലങ്ങുമ്പോഴും കർത്താവ് തൻ്റെ മക്കളുടെ കാതിൽ മൊഴിയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ പങ്കെടുക്കുന്ന കുഞ്ഞെ, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിന്നോട് കർത്താവിൻ്റെ മനസ്സ് പറയുന്നത്, എൻ്റെ ഉള്ളം കലങ്ങുന്നതല്ല വിഷയം, നിന്റെ കണ്ണ് നനയരുത്. ഇന്ന് രാത്രിയിലും നിന്റെ കണ്ണ് നനയരുതെന്ന് ആഗ്രഹിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നിന്റെ അരികിലുണ്ട് കേട്ടോ. ഉള്ളം നൊന്ത്, കർത്താവ് എന്നോടൊന്ന് ഇടപെടണേ, യേശുവെ എന്നോടൊന്ന് സംസാരിക്കണേ, യേശുവെ എനിക്ക് നിന്നെ ഒന്ന് ആവശ്യമുണ്ടെന്ന് ഇന്ന് രാത്രി നീ ഒന്ന് പ്രാർത്ഥിച്ചാവശ്യപ്പെട്ടാൽ നിന്റെ അരികത്തുണ്ട് ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. കർത്താവ് നിന്റെ ഹൃദയം കലങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ വാക്ക് പറയുമ്പോൾ അതിൽ ആഴമേറിയ അർത്ഥമുണ്ട്. നിങ്ങൾ കലങ്ങരുത്. കാരണം ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ കലങ്ങരുത്. എന്താണെന്നല്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. അതിൻ്റെ നടുവിൽ നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഈ ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങാൻ കാരണം എന്താ? അവർക്കത് വ്യക്തമായിട്ടറിയാം. യേശു ഇല്ലാതെ പടകിൽ അക്കരയ്ക്ക് പുറപ്പെട്ട ഒരു രാത്രി, പടക് കരയിൽ നിന്ന് പുറപ്പെട്ടത് ശരിയാണ്. പക്ഷെ പല നാഴിക ദൂരത്തായി തിരകളാൽ വലഞ്ഞു. അവർ കാറ്റടിച്ച ഓളങ്ങളുടെ മുൻപിൽ അവർ വല്ലാതെ ഭയചകിതരായി. അവർ നിലവിളിയോടെ കഴിച്ചുകൂട്ടിയ
രാത്രി അവരുടെ മനോമുകുരത്തിലുണ്ട്. അതുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഉള്ളം കലങ്ങുന്നത്. യേശു ഇല്ലാതായാൽ ഞങ്ങളുടെ പടക് തീരം വിടും, ശരിയാണ്. മറുതീരത്തെത്താതിരിക്കത്തക്കവണ്ണം ഉയരുന്ന കാറ്റുണ്ട്, തിരമാലയുണ്ട്, കോളുകളുണ്ട്, അതിൻ്റെ പിന്നിൽ ചലിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്. എന്നാൽ ആ സന്ദേശം പറയുമ്പോഴും കർത്താവിന് പറയാനുള്ളത്, നിങ്ങൾ കലങ്ങരുത്. അങ്ങനെ കലങ്ങിയ രാത്രിയിൽ അവരുടെ പടകിലേക്ക് തിരകൾക്ക് മുകളിൽ നടന്ന് കയറി അവരെ ആശ്വസിപ്പിച്ചവൻ അവരുടെ അരികത്ത് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകണ്ട. ഇന്ന് രാത്രിയും പ്രതിസന്ധിയുടെ നടുവിൽ നട്ടം തിരിഞ്ഞിട്ട് എല്ലാ കൈക്കരുത്തും കഴിവും കായികപരവും കൊണ്ട് ശ്രമിച്ചിട്ടും ഒരു വിജയത്തിലെത്താൻ കഴിയാതെ പരാജയം മാത്രം മുൻപിലെന്ന് നൊന്ത് നീറി ഞരങ്ങുന്ന കുഞ്ഞെ, നിന്നോട് ആത്മാവി രാത്രി പ്രവചിക്കുന്നത്, യേശുവിനെ നീ ഒന്ന് ക്ഷണിക്ക്. നിന്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് ക്ഷണിക്കണം. യേശുവെ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, എൻ്റെ പടകിലേക്കൊന്ന് വരണേ എന്ന് നീ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ പരാജയത്തെ ജയമാക്കാൻ എൻ്റെ കർത്താവ് ഈ രാത്രി നിന്നോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, പല എക്സാം എഴുതി പലതും ഫെയിലായി, പലതവണ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് തിരുവചനം പറയുന്നെങ്കിൽ കർത്താവിനെ നിന്റെ കൂടെ കൂട്ട്. പ്രതിസന്ധിയെ ചാടിക്കടക്കാൻ കർത്താവ് നിനക്ക് ബലം തരാൻ പോകുകയാ. നിന്റെ ഹൃദയം കലങ്ങരുത്. കർത്താവിൻ്റെ മക്കൾക്ക് കലക്കം വരാൻ കാരണം മാർത്ത പറയുന്നൊരു പദമുണ്ട്, ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പ് ലാസർ മരിക്കയില്ലായിരുന്നു. അപ്പോൾ അവർക്കറിയാം യേശുവില്ലെങ്കിൽ എന്തെല്ലാം നടക്കുമെന്ന്. മരണം വരെയും നടക്കും. ഓർക്കണം, ലാസർ എന്ന യേശുവിനെ സ്നേഹിച്ചവൻ, യേശുവിനും പ്രിയനായവൻ. ഓർക്കുക, പെട്ടെന്ന് ദീനമായി, പെട്ടെന്ന് മരണപ്പെട്ടു, കല്ലറയിലടക്കപ്പെട്ടു. 1, 2, 3 ദിവസമായി യേശു വരുന്നില്ല. നാടാടെ പരിഹാസ ശരങ്ങൾ ഉയർന്നു, യേശു വന്നില്ല. കൂടെ കൂടെ വരുമായിരുന്ന യേശു ഇല്ലാത്തപ്പോൾ സംഭവിച്ച ഏറ്റവും വലിയ അത്യാഹിതമാണ്. നാട് മുഴുവനും ചർച്ചയായി. യേശുവിനെ സ്നേഹിച്ച പ്രിയനായവനല്ലേ ദീനമായത്? പ്രിയനായവനല്ലേ മരണപ്പെട്ടത്? പ്രിയനായവനല്ലേ കല്ലറയിലായത്? പ്രിയനായവനല്ലേ അഴുകിയത്? ഈ രാത്രിയും യേശുവിനെ സേവിച്ചതിൻ്റെ പേരിൽ, യേശുവിന് വേണ്ടി നിന്നതിൻ്റെ പേരിൽ ചില നിന്ന കേട്ട് ചില രോഗങ്ങളുടെ മുൻപിൽ ഞരങ്ങുന്ന ചിലരിന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുന്നുണ്ട് കേട്ടോ. ക്ഷീണിക്കാതെ നിനക്ക് വരുന്ന പ്രശ്നത്തിൻ്റെ മറവിൽ കർത്താവിന് പറയാനുള്ള മറുപടി, ഇത് ദൈവ മഹത്വം വെളിപ്പെടാനാണ്. നിനക്ക് വന്ന രോഗം ദൈവമഹത്വത്തിന്, നിനക്ക് വന്ന മരണം ദൈവമഹത്വത്തിന്, നീ കല്ലറയിലായത് മഹത്വത്തിന്. നിന്റെ ജീവിതത്തിലൊരു മഹത്വം വെളിപ്പെടും. എന്താണ് ആ മഹത്വം? ഞാൻ ആ വാക്ക് പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കുക. എന്താണ് ആ മഹത്വം? പലരുടെയും ചോദ്യമാണ്, എന്താണ് അവിടെ ദൈവം ആഗ്രഹിച്ച മഹത്വം? യോഹന്നാന്റെ സുവിശേഷം 11 ഈ കുടുംബം കലങ്ങുക. യേശുവിനെ സേവിച്ച്, യേശുവിനെ കൈക്കൊണ്ട്, യേശുവിനെ ഉൾക്കൊണ്ട്, യേശുവിന് വേണ്ടി തുറന്നു കൊടുത്ത ഭവനത്തിലെ വിപത്ത്, മരണം, നാറ്റം വെച്ച അവസ്ഥ. എന്തുകൊണ്ട്? കർത്താവ് പറയുന്നു മഹത്വം വെളിപ്പെടാൻ. എന്താണ് ആ മഹത്വം? ഉത്തരം 12-ാം അധ്യായത്തിൻ്റെ തുടക്കം വായിക്കുന്നത് ഇങ്ങനെയാണ്. യേശു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യ. അങ്ങനെയാണ് ആ ചാപ്റ്റർ ആരംഭിക്കുന്നത്. യേശു ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാന്യ. എന്താണ് മഹത്വം? പ്രിയരെ, 11-ാം അധ്യായം ആരംഭിക്കുമ്പോൾ പറയുന്നു മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാന്യ. എന്നാൽ 12-ൽ മാർത്തയും മറിയുടെയും പേരല്ല, ലാസർ പാർത്ത ബഥാന്യ. അപ്പോൾ കർത്താവ് സ്നേഹിച്ചവനെ രോഗത്തിന് വിട്ടുകൊടുത്തു, കർത്താവ് സ്നേഹിച്ചവനെ മരണത്തിന് വിട്ടുകൊടുത്തു, കർത്താവ് സ്നേഹിച്ചവനെ കല്ലറയ്ക്ക് വിട്ടുകൊടുത്തു, കർത്താവ് സ്നേഹിച്ചവനെ അഴുകാൻ വിട്ടുകൊടുത്തു. കർത്താവ് പറയുന്നു മഹത്വം വെളിപ്പെടാൻ. എന്താ കർത്താവ് നിന്റെ മഹത്വം? മറുപടി ഇതാണ്. എന്താണെന്നല്ലേ? ലാസറേ, ഇതുവരെ നീ രോഗിയായപ്പോഴും, നീ മരിച്ചപ്പോഴും, നീ അഴുകിയപ്പോഴും നാടറിയുന്നത് മാർത്തയും മറിയും പാർത്ത ബഥാന്യ. എന്നാൽ എൻ്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? 12-ാം അധ്യായത്തിൽ ബഥാന്യയ്ക്കൊരു തിരുത്തൽ വേണം. അത് മാർത്തയുടെയും മറിയുടെയും ഗ്രാമമായ ബഥാന്യ എന്നല്ല, ലാസർ പാർത്ത ബഥാന്യ. എനിക്ക് നിന്നോടൊരു സ്നേഹമുണ്ട്, നിന്റെ മേൽ എനിക്കൊരു പദ്ധതിയുണ്ട്. പലരുടെയും നിഴലിലാണ് നീ അറിയപ്പെടുന്നത്, പലരുടെയും പേരിലാണ് നീ അറിയപ്പെടുന്നത്. എന്നാൽ ലാസറേ, നിന്റെ പേരൊന്നു മാറ്റാൻ, നിന്റെ പേരിൽ പട്ടണം അറിയപ്പെടാനാണ് നിന്നെ ഞാൻ
അല്പനേരത്തേക്ക് മറന്നത്, നീ അഴുകുമ്പോഴും നിന്റെ അരികിലേക്ക് ഞാൻ വരാതിരുന്നത്, നാടറിയണം നീ ആരാണെന്ന്. ഇന്ന് രാത്രി ആത്മാവ് ഇടപെടുന്നത് ചില അപവാദത്തിൻ്റെ മുൻപിൽ, ചില അപമാനത്തിൻ്റെ മുൻപിൽ നാറ്റക്കേസായല്ലോ എന്ന് നൊമ്പരപ്പെടുമ്പോൾ സ്വർഗം പറയുന്നത്, പരാജയപ്പെട്ടു പോകാൻ അനുവദിക്കാത്തവൻ, നിന്നെ വിളിച്ചവൻ, നിന്നോട് കരുണയുള്ളവൻ ഇന്ന് രാത്രി പ്രവചിക്കുന്നത്, നിന്നെ ഉയർപ്പിക്കുന്നൊരു ദിവസമുണ്ട്. ആ ഉയർപ്പോടുകൂടി നിന്നയുടെ മേലാടെ അഴിച്ചു മാറ്റി നിന്റെ പേര് ഉയർത്തുന്ന ദൈവമഹത്വം ഈ രാത്രി നിന്റെ മേൽ വെളിപ്പെടുമെന്ന് ആത്മാവ് പ്രവചിക്കുക. അഭിഷിക്ത, കലങ്ങരുത്, പ്രാർത്ഥനയിൽ ബലപ്പെട്, ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പതറാതെ നിൽക്ക്, കർത്താവ് നിന്റെ കൂടെയുണ്ട്. പ്രിയരെ, കർത്താവില്ലാതിരുന്നപ്പോൾ ഈ സംഭവങ്ങൾ അവരുടെ ഹൃദയത്തിലുള്ളത് കൊണ്ട് അവരുടെ മനോമുകുരത്തിൻ്റെ അകത്തളത്തിൽ വല്ലാത്ത വിങ്ങലാണ്. ഗുരുവേ, നിന്നെ പിരിയുന്നത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ വയ്യ. പക്ഷെ കർത്താവ് പറയുന്ന വാക്ക് കണ്ടോ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. കലങ്ങാതിരിക്കാനുള്ള ധൈര്യപ്പെടുത്തലാണ് ആ രാത്രിയിലെ സന്ദേശം. ആ രാത്രിയിലെ സന്ദേശത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത യോഹന്നാന്റെ സുവിശേഷം 16:1 നിങ്ങൾ എങ്കൽ ഇടറിപ്പോകാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. ആ രാത്രിയിലത്തെ പ്രസംഗത്തിൽ കർത്താവ് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എങ്കൽ ഇടറിപ്പോകരുത്. എന്താ അർത്ഥമെന്നറിയാമോ? ഈ രാത്രി ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ വരുന്നത് ഇവിടുത്തെ അധികാരവർഗമാണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ ഇനി വരാൻ പോകുന്നത് വമ്പൻ പ്രതിസന്ധികളാണ്. നിങ്ങളെ ഉപദ്രവിക്കും, നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും, യാഗം കഴിക്കുന്നത് പോലെ നിങ്ങളെ കൊന്നുമുടിക്കും. നിങ്ങൾ ഈർച്ചവാളിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നിങ്ങൾ വൃക്ഷത്തലപ്പുകൾ ചേർത്ത് ബന്ധിച്ച് കാലുകൾ രണ്ടും അതിലേക്ക് കൂട്ടിക്കെട്ടിയിട്ട് കെട്ടറുത്ത് വിടുമ്പോൾ നിങ്ങളൊരു പക്ഷേ കീറിയെറിഞ്ഞെന്നിരിക്കാം. 6 അടി മണ്ണിൽ കുഴി കുത്തി കുഴിക്കകത്ത് നിർത്തി ഉമിവാരിയിട്ട് തീ കൊടുക്കുമ്പോൾ വെന്തു നീറി ഒടുങ്ങുന്ന ഭീകരമായ നിമിഷങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഉണ്ടാകും. കർത്താവ് പറയുന്നു, നിങ്ങളെങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ദൂത്, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവസഭ പതറാതെ നിൽക്കുന്നത്, ഇന്ന് രാത്രിയിലും ദൈവസഭ ഇടറാതെ നിൽക്കുന്നത്, റോമൻ ഭരണകൂടവും പിന്നാലെ വന്ന ലോക സാമ്രാജ്യത്വ ശക്തികളും ദൈവസഭയുടെ വേരറുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ദൈവസഭ കടന്നുപോയ പീഡനങ്ങൾ ചെറുതല്ല. കാലാകാലങ്ങളായി സുവിശേഷത്തിന് വിരുദ്ധമായി ശക്തികൾ തലപൊക്കിയിട്ടുണ്ട്. ഈ ശക്തികളൊക്കെ അരമുറുക്കി എഴുന്നേറ്റ് വന്ന് സുവിശേഷ പ്രവർത്തനങ്ങളും ദൈവസഭയുടെയും വേരറുക്കാൻ നിരയിൽ നിൽക്കുന്നവർ മുതൽ അണികളെ വരെ കൊന്നുമുടിക്കാൻ ആവോളം ശ്രമിച്ചിട്ടുണ്ട്. ചരിത്രത്തിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഏകദേശം 72 കോടി രക്തസാക്ഷികളുള്ള ഒരു ബൃഹത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാനും നിങ്ങളും. പക്ഷേ ഒരു തെല്ലിട പോലും പിന്നിലേക്ക് പോയിട്ടില്ല. കാരണം തീവ്രമായ സന്ദേശം അകത്ത് പകർന്നിട്ടാണ് പ്രാണനാഥൻ പോയത്. ഓർക്കണം, നേതാവ് രക്തസാക്ഷി, തലമുറകൾ രക്തസാക്ഷി, അടുത്ത തലമുറകൾ രക്തസാക്ഷി. രക്തസാക്ഷികളുടെ രക്തമാണ് ദൈവസഭയുടെ വിത്തായി മാറിയതെങ്കിൽ ആ ദൈവസഭ ഇന്നും പടുത്തുയർത്തി മഹനീയ പ്രസ്ഥാനമായി നിൽക്കുന്നതിൻ്റെ കാരണം കേട്ട ദൂതുണ്ട്, നിങ്ങളെങ്കിൽ ഇടറിപ്പോകാതിരിക്കാൻ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, സന്ദേശം കേട്ട 11 പേരിൽ 10 പേരും രക്തസാക്ഷികൾ. അതിൽ 10 പേരിൽ അവരുടെയൊക്കെ മരണസമയത്ത് അവരനുഭവിച്ച വ്യത്യസ്തമായ പ്രകടനങ്ങളും അവരുടെ വേദനകളുടെ നടുവിലുള്ള അവരുടെ അഭിപ്രായങ്ങളൊക്കെ വിചിത്രമാണ്. പത്രോസിനെ പിടിച്ച് തലകീഴായി ക്രൂശിക്കാൻ വേണ്ടി ഒരുമ്പെട്ട ചേവകന്മാർ വരുമ്പോൾ പത്രോസ് അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, സ്നേഹിതരെ, എന്നെ തലകീഴായി ക്രൂശിക്കാൻ വന്നവർ തന്നെ ഞെട്ടിത്തിരിച്ചു. ഇതെന്തൊരു ജനുസ്! കാരണം അവർക്ക് ഭയമാണ് ഈ പത്രോസിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ പത്രോസിൻ്റെ മറുപടി, എനിക്ക് വേണ്ടി ജീവൻ തന്നവൻ്റെ പാദം ചുംബിച്ചു വേണം ഈ മണ്ണിനോട് വിട പറയാൻ. എത്ര തീവ്രമാണ് പത്രോസിൻ്റെ അകത്തളത്തിൽ സ്വാധീനം ചെലുത്തിയ ഈ സന്ദേശം. തൻ്റെ കൂടപ്പിറപ്പ് അന്ത്രയോസിനെ ക്രൂശിക്കാൻ വേണ്ടി പിടിച്ച് എക്സുപോലുള്ള ക്രൂശിലാണ് പിടിക്കപ്പെട്ടത്. താൻ ഈജിപ്തിൻ്റെ മണ്ണിൽ വെച്ച് പിടിച്ച് ക്രൂശിക്കുമ്പോൾ ആണികളിൽ തൂങ്ങിക്കിടക്കുന്ന അന്ത്രയോസ് 72 മണിക്കൂർ യേശുവിനെ പ്രസംഗിച്ചെന്നാണ്. ഒന്നോർക്കണം, മരണസമയത്തും ഇത്തരത്തിൽ പ്രസംഗിക്കാൻ, മരണത്തെപ്പോലും ആസ്വാദ്യകരമാക്കിയ സന്ദേശമാണ് കർത്താവ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ പ്രതികൂലങ്ങളുടെ മുൻപിൽ തലകുനിഞ്ഞും ക്ഷീണിച്ചും ഒറ്റപ്പെട്ടും നിൽക്കുന്ന നിന്നോട് ഇടപെടുന്നത് നീ ഇടറാതിരിക്കാനുള്ള സന്ദേശമാണ് കർത്താവ് പറയുന്നത്. 3, കർത്താവ് ആ സന്ദേശത്തിൽ ഉദ്ദേശിക്കുന്നത് യോഹന്നാൻ 17:12 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന്
ഞാനിത് ഈ ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. കർത്താവ് പറയുകയാണ്, അവർക്കുള്ളിൽ പൂർണ്ണമാകണം. എന്താണ് എൻ്റെ സന്തോഷം? യേശുവിൻ്റെ സന്തോഷം ഉള്ളിൽ പൂർണ്ണമാകാനാണ് കർത്താവ് ഈ സന്ദേശം പറഞ്ഞത്. എന്താണ് ആ സന്ദേശം? കർത്താവ് ഇതിനു വേണ്ടി യോഹന്നാൻ 14 1, 2, 3 വാക്യത്തിൽ പറയുന്ന ആ ഭാഗം 4 ധൈര്യപ്പെടുത്തലുകളാണ്. 4 ധൈര്യപ്പെടുത്തലുകൾ. 1, കലങ്ങാതിരിക്കണം. 2, നിങ്ങൾ ഇടറരുത്. 3, എൻ്റെ സന്തോഷം പൂർണ്ണമാകണം. ഈ 3 കാര്യങ്ങൾ നടക്കാൻ കർത്താവ് അവിടെ പറയുന്ന 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ഞാൻ പോകുന്നു എന്നതാണ്. ഞാൻ പോകുന്നു. അതുകൊണ്ട് നിങ്ങളിനി കലങ്ങേണ്ട കാര്യമില്ല. ഞാൻ പോകുകയാണ്. പോകുന്നു എന്ന് പറഞ്ഞതാണ് അവരുടെ ഹൃദയം കലങ്ങാൻ കാര്യം. കർത്താവ് പറയുന്നത്, ഞാൻ എവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല, അതാണ് നിങ്ങളുടെ കലക്കത്തിൻ്റെ കാര്യം. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി അറിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അങ്ങനെയാണെങ്കിൽ കർത്താവ് എവിടേക്കാണ് പോയത്? കർത്താവ് പോയത്, ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഞാൻ പോകുന്നു. എങ്ങോട്ട് പോകുന്നു? ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ്. എന്തിനാ ഞാൻ പോകുന്നതെന്നറിയാമോ? ഞാൻ പോകുന്നത് പാപിയം നിനക്ക് സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ഞാൻ പോകുന്നത് എന്തിനാണെന്നറിയാമോ? സ്വർഗത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ തരാനാണ് ഞാൻ പോകുന്നത്. ഞാൻ സ്വർഗത്തിലേക്ക് പോകുന്നു. എന്തിനാണെന്നല്ലേ? നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. സ്തോത്രം. ഈ വാക്കിന് തീവ്രമായ അർത്ഥമുണ്ട്. കർത്താവ് പറയുന്ന വാക്ക്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഞാൻ ആ വാക്കിന് പെട്ടെന്നൊരു വിവരണം എൻ്റെ പ്രിയപ്പെട്ടവർക്ക് നൽകാം. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഈ വാക്കിന് ഒറ്റ അർത്ഥം നമുക്ക് ആ പശ്ചാത്തലത്തിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നത്, ഈ വാക്ക് മണവാളൻ മണവാട്ടിയോട് പറയുന്നൊരു വാക്കാണ്. നിന്റെ ഹൃദയം കലങ്ങരുത്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടനുബന്ധമായ സംഭവങ്ങൾക്കെല്ലാം യഹൂദ വിവാഹത്തിൻ്റെ വലിയൊരു പശ്ചാത്തലമുണ്ട്. ഇത് യഹൂദ വിവാഹത്തോട് ബന്ധപ്പെട്ട് ഗ്രഹിക്കേണ്ട ഒരു ഭാഗമാണിത്. യഹൂദ യുവാവ്, എബ്രായ യുവാവ് വിവാഹപ്രായമായി കഴിഞ്ഞാൽ പെൺകുട്ടികളെ അന്വേഷിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ പിതാവിനോട് ചോദിക്കും, എനിക്ക് അങ്ങയുടെ മകളെ ബോധിച്ചു, വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് പറയും, എൻ്റെ മകളെ ഞാൻ തരാം, പക്ഷെ നീ എനിക്കെന്ത് തരും? സ്തോത്രം. ആ പെൺകുട്ടിയുടെ പിതാവിൻ്റെ ആവശ്യമനുസരിച്ച് ഈ യുവാവ് തൻ്റെ പിതൃസ്വത്തിൽ നിന്നോ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നോ അധ്വാനത്തിൽ നിന്നോ താൻ ആ പിതാവ് ആവശ്യപ്പെട്ട പണവുമായി പെൺകുട്ടിയുടെ ഭവനത്തിലേക്ക് വരും. പെൺകുട്ടിയുടെ ഭവനത്തിലെത്തി പെൺകുട്ടിയുടെ ഭവനക്കാരുടെ മുൻപിൽ വെച്ച് ആ പെൺകുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ട പണം പെൺകുട്ടിയുടെ പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിക്കും. ആ പണം കൊടുത്തു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്കിടുന്ന അടിസ്ഥാന വിലയാണ്. വില കൊടുത്ത് ആ യുവാവ് ആ പെൺകുട്ടിയെ വാങ്ങുകയാണ്. അതോടുകൂടി ആ പെൺകുട്ടിയുടെ പിതാവ് പണം വാങ്ങുന്നതോടുകൂടി പെൺകുട്ടിയെ ആ ഭവനത്തിലേക്ക്, യുവാവിൻ്റെ അരികിലേക്ക് വിളിച്ചിറക്കും. വലിയ പെൺകുട്ടിയുടെ ബന്ധുക്കളൊക്കെ കൂടി നിൽക്കുന്ന വലിയ ഒരു ജനബാഹുല്യമുള്ള ഒരു സമ്മേളന തുല്യമായ സാഹചര്യം. ആ സാഹചര്യത്തിൻ്റെ വേദിയിൽ യുവാവിൻ്റെ അരികത്തേക്ക് ആ നമ്ര ശിരസ്കയായി പെൺകുട്ടി വന്ന് നിൽക്കുമ്പോൾ യുവാവ് ഒരു ഗ്ലാസ് വൈൻ എടുത്തിട്ട് ആ വൈൻ താൻ പാതി നുകർന്നിട്ട് പാതി തൻ്റെ സമീപം നിൽക്കുന്ന പെൺകുട്ടിക്ക് നേരെ നീട്ടും. പെൺകുട്ടി നമ്മുടെ ശിരസ്കയായി ഒരു നോട്ടം ആ യുവാവിനെ നോക്കിയിട്ട് വാങ്ങി താനത് നുകർന്ന ശേഷം യുവാവ് ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇതിനാൽ ഇവൾ എൻ്റെ വിശുദ്ധയാണ്. നാം ഈ മണ്ണിൽ ആചരിക്കുന്ന ഹോളി കമ്മ്യൂണിയൻ, മാസ് കുർബാന, ലോർഡ് സപ്പർ, കർത്താവിൻ്റെ അത്താഴം, രാഭോജനം എന്ന മഹനീയ ശുശ്രൂഷയ്ക്ക് ഇങ്ങനൊരു അർത്ഥമുണ്ട്. എന്താണെന്നല്ലേ? ഇതിനാൽ ഇവൾ എൻ്റെ വിശുദ്ധ എന്ന പ്രഖ്യാപനമാണ്. കാരണം ഇന്നലെ വരെ എങ്ങനെ ജീവിച്ചവളാകട്ടെ, ഏത് നിലയിൽ കടന്നു പോയവളാകട്ടെ, എൻ്റെ പാനപാത്രത്തിൻ്റെ പാതി ഭുജിച്ചതോടെ ഇവൾ എനിക്ക് വിശുദ്ധയാണ്. സ്തോത്രം. നമ്മൾ ആചരിക്കുന്ന ഈ കമ്മ്യൂണിയൻ്റെ ഭാഗ്യാവസ്ഥ മറക്കരുത് എൻ്റെ പ്രിയരെ. അത് കഴിയുമ്പോൾ യുവാവ് ദ്രഹ്മ നൂലിൽ കോർത്തെടുത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കും. ഈ ദ്രഹ്മ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ കാതിൽ യുവാവ് പറയുന്ന വാക്കാണ്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാണ്. നിന്റെ ഹൃദയം കലകിപ്പോകരുത്. ആ നിമിഷം ആ പെൺകുട്ടിയുടെ ഉള്ളിലൊരു വിങ്ങലുണ്ട്. എന്താണെന്നറിയാമോ? ആ പെൺകുട്ടി ഇന്നലെ വരെ ജനിച്ച് വളർന്ന വീടാണ്, പിച്ച വെച്ച വീടാണ്, കളിച്ചു വളർന്ന വീടാണ്. ഇന്നലെ വരെ ഈ പ്രിയപ്പെട്ടവരാണ് ഈ വീട്ടിലുള്ളവരെല്ലാം. ഇന്നലെ വരെ ഈ വീട്ടിലുള്ള എല്ലാവരും തൻ്റെ എല്ലാ സന്തോഷത്തിനും കൂട്ടുനിന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ഉത്സവങ്ങളും അവരുടെ എല്ലാ ആഘോഷങ്ങളിലും താനും പങ്കാളിയായിരുന്നു. എന്നാൽ ഇന്ന് യുവാവ് വന്ന് തനിക്ക് വില കൊടുത്ത് അവൻ്റെ ദ്രഹ്മ എൻ്റെ കയ്യിൽ വാങ്ങിയതോടെ ഞാൻ ഈ വീടിനന്യാണ്, ഞാൻ ഈ
ഞാനിപ്പോൾ യുവാവിൻ്റെ വകയാണ്. എന്നെ അവൻ വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു. എനിക്ക് ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ അന്യരാണ്. ഈ വീട്ടിലുള്ളവരാരും എൻ്റെ ആരുമല്ല. ഞാൻ ഈ യുവാവിൻ്റെ സ്വന്തമാണ്. എൻ്റെ എല്ലാം ഇപ്പോൾ യുവാവാണ്. ആ ഈ മണവാളനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. എൻ്റെ സ്വപ്നങ്ങൾ മണവാളനോട് ചുറ്റിപ്പറ്റിയാണ്. എൻ്റെ ആഗ്രഹങ്ങൾ മണവാളനോട് ചുറ്റിപ്പറ്റിയാണ്. എന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ അവൻ്റെ പദ്ധതി പ്രകാരമാണ്. അതെ, ആ പെൺകുട്ടിയുടെ ചിന്ത ഇപ്പോൾ കൊണ്ടുപോകുമെന്ന്. എന്നാൽ ആ യുവാവ് പറയുന്നത്, ഞാൻ പോകുകയാണ്, ഞാൻ സ്ഥലമൊരുക്കാൻ പോകുകയാണ്. ആ പെൺകുട്ടിയുടെ ഉള്ളിൻ്റെ വിങ്ങൽ എത്ര ആഴമാണെന്നറിയണം. കാരണം ഏറ്റവും സ്നേഹിച്ച, തനിക്ക് വില കൊടുത്ത് വാങ്ങിയവൻ തന്നെ വിട്ടു പോകുകയാണ്. ആ നിമിഷം ദ്രമ്മയും കയ്യിൽ പിടിച്ച് നിറഞ്ഞ മിഴികളുമായി അവൾ ആ ഭവനത്തിൽ നിൽക്കുകയാണ്. അവളുടെ മുറിയിലേക്ക് കയറുമ്പോൾ അവൾക്കാകെ ഉള്ളത് ഓർമ്മയ്ക്ക് സൂക്ഷിക്കാൻ ഈ ദ്രമ്മ മാത്രമാണ്. ഇത് സൂക്ഷിക്കണം എപ്പോൾ വരെയാണെന്നറിയാമോ? വിവാഹവേദിയിൽ ഈ ദ്രമ്മ തിരികെ കൊടുക്കണം. ഈ ദ്രമ്മ അവിടെ എന്താ ചെയ്യുമെന്നറിയാമോ? ഈ ദ്രമ്മ ഉരുക്കി മോതിരമാക്കി യുവാവ് വന്ന് ഈ വിരലിലണിയിക്കും. അതാണ് ആ പെൺകുട്ടിയുടെ ഏറ്റവും ഭാഗ്യകരമായ നിമിഷം. അതുവരെ ഈ ദ്രമ്മ കയ്യിൽ കാണണം. അതുകൊണ്ടാണ് കർത്താവ് പഠിപ്പിച്ച ഉപമയിൽ ദ്രമ്മ നഷ്ടപ്പെട്ട പെൺകുട്ടി അടിച്ചുവാരി കണ്ടെത്തിയപ്പോൾ അവളുടെ ഉള്ളിൽ ആഹ്ലാദമുണ്ടായത്. വിവാഹവേദിയിൽ അവൾ തലകുനിയാതിരിക്കാനുള്ള ഏറ്റവും നിർണായക നിമിഷമായത് കണ്ടു. ഓർക്കുക, ആ പെൺകുട്ടി പിന്നീട് ആ മുറിയിൽ പാർക്കുന്നത് എങ്ങനെയാണെന്നറിയാം? അവളുടെ വീട്ടിൽ ഓരോ രാത്രികളും കഴിഞ്ഞു കൂടുമ്പോൾ ഇന്നലെ വരെ ഉറങ്ങിയതുപോലെ ഉറങ്ങാൻ പറ്റില്ല. ഉത്തമഗീതം എഴുതുന്നൊരു വാക്കുണ്ട്, ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ നിന്ന് മുട്ടുന്നെൻ്റെ പ്രിയൻ്റെ സ്വരം. ഇന്നലെ വരെ ഉറങ്ങിയതുപോലെ ഉറങ്ങാൻ വയ്യ. ഓരോ വിളിശബ്ദം കേൾക്കുമ്പോൾ, ഓരോ കാലൊച്ചയും കേൾക്കുമ്പോൾ, ഓരോ വാഹനങ്ങളും വന്നു നിൽക്കുമ്പോൾ പെൺകുട്ടിയുടെ ഉള്ളിലെ ചിന്ത എൻ്റെ മണവാളനാണോ എന്നാണ്. ഒരു ക്രിസ്തു ഭക്തൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവൻ്റെ കാട് എൻ്റെ കർത്താവ് വരാറായോ. എൻ്റെ കർത്താവിൻ്റെ കാലൊച്ചയാണ് ഓരോ സംഭവങ്ങളും, ഓരോ പ്രതികൂലങ്ങളും ഈ നാട് കാണുമ്പോൾ, രാഷ്ട്രങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് പോർവിളി ഉയർത്തുമ്പോൾ ഒരു ക്രിസ്തു ഭക്തൻ കാതുകൂർപ്പിക്കുന്നത് എൻ്റെ കാന്തൻ്റെ കാലൊച്ചയാണോ എന്നുള്ള ഒരു നൊമ്പരത്തോടെയാണ്. ആ മുറിയിൽ ആ പെൺകുട്ടി കഴിയുന്നത് എങ്ങനെയാണ്? ഞാൻ ഉറങ്ങുന്നെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ നിന്ന് മുട്ടുന്നെൻ്റെ പ്രിയൻ്റെ സ്വരം. വീട്ടുകാർ ഒരു പുതിയ വാഹനം വാങ്ങിയാൽ വീട് മൂടി പിടിപ്പിക്കുമ്പോൾ അവൾക്ക് അമിത ആഹ്ലാദമില്ല. കാരണം ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും. സമയഭേദം കൂടാതെ അവൻ വരും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ വരും. ഏത് നേരത്തെ എനിക്കറിയില്ല. അവൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഉടുത്ത വസ്ത്രവുമായി ഈ ഭവനത്തിൽ നിന്ന് പോകേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ നടക്കുന്നതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. ഇനി ഇതാണ് പെൺകുട്ടിയുടെ അവസ്ഥ. ഇനി യുവാവിൻ്റെ അവസ്ഥയോ? യുവാവിൻ്റെ വീട്ടിൽ ഏറ്റവും വില കൊടുത്ത് വാങ്ങിയ പെൺകുട്ടിയെ പാർപ്പിക്കാൻ മണവറയോ അതിനോടനുബന്ധമായി വില്ലയോ ബംഗ്ലാവോ ഫ്ലാറ്റോ ഉള്ളത് മോടി പിടിപ്പിക്കുകയോ പുതിയതൊന്ന് പണിയുകയോ ചെയ്യും, ആസ്തിക്കൊത്തവണ്ണം. അപ്പോൾ യുവാവ് ചെന്ന നിമിഷം മുതൽ തകൃതിയായ പണിയാണ്. അപ്പോൾ യുവാവിൻ്റെ ഉള്ളിൽ ആവലുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് പണി തീർക്കണം. താൻ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും വില കൊടുത്തതിനെ അങ്ങ് വിദൂരങ്ങളിൽ ഒരു നാട്ടിലിട്ടിട്ടാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് യുവാവിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് പണി തീർക്കണം. അങ്ങനെ തകൃതിയായ പണി തീരുമ്പോൾ യുവാവ് തോഴ്മക്കാരോട് പറയും, മണവാട്ടിയെ സ്വീകരിക്കാൻ പോകാം. അവർ മുൻപിൽ ഒരുങ്ങിയിറങ്ങിയ ആ തോഴ്മക്കാർ പറയും, മണവാളൻ പുറപ്പെടുന്നു, എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അടുത്ത കൂട്ടം ഇതേറ്റുപാടും. അങ്ങനെ ഏറ്റുപാടി ഗാനം പ്രതിഗാനമായി ഇങ്ങനെ പോകുകയാണ് പെൺകുട്ടിയുടെ നാട്ടിലേക്ക്. പെൺകുട്ടിയുടെ തെരുവിലെത്തുമ്പോൾ അവിടെ വലിയൊരു കൂട്ടമുണ്ട്. അവരുടെ മുൻപിലേക്ക് ഈ യുവാവിൻ്റെ വീട്ടിൽ നിന്നുള്ള ഘോഷയാത്ര എത്തുകയാണ്. ആർപ്പുവിളി ഉണ്ടായി, തെരുവുണരുകയാണ്, ഓരോ വീടും ഉണരുകയാണ്. എവിടുന്ന് വന്ന ആളാണെന്നുള്ള അന്വേഷണത്തിൽ ഒടുവിൽ കൃത്യമായി മനസ്സിലായി, ഇന്ന ഭവനത്തിലെ പെൺകുട്ടിയുടെ മണവാളനാണ്. ആ തെരുവിൽ നിൽക്കുകയാണ്. കൊട്ടും കുരവയും താളമേളങ്ങളുമായി ശബ്ദം ഓരോ വീടും കടന്നെത്തുകയാണ്. യുവാവ് തൻ്റെ പ്രിയപ്പെട്ടവരുമായി തെരുവിൽ നിൽക്കുമ്പോൾ ഭവനത്തിൽ പെൺകുട്ടിയുടെ ഭവനത്തിലെ ശബ്ദമെത്തി, ആളെത്തി, പെൺകുട്ടിയുടെ കഥയിൽ കൊട്ടി, മോളെ എഴുന്നേൽക്കുക, നിന്റെ മണവാളൻ വന്നു, അവൻ തെരുവിൽ നിൽക്കുകയാണ്, നിന്നെ ഞങ്ങൾ അവിടേക്ക് കൊണ്ടുകൊടുക്കണം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു മധ്യാകാശം വരെ വരികയുള്ളൂ, നമ്മെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കുകയാണ്. അങ്ങനെ പെൺകുട്ടി ഒരുങ്ങി ഇറങ്ങുകയാണ് ഭവനത്തിൽ നിന്ന്. അവൾ ഭവനത്തിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ വീട്ടിലുള്ള കന്യകമാർ, വിളക്കേന്ത്യ കന്യകമാർ രണ്ടു വശത്തായി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിലൂടെ പെൺകുട്ടി ഓരോ ചുവടും നടന്ന് പോകുകയാണ്. അവളുടെ മുഖം മൂടിയിട്ടുണ്ട്, വെയിൽ കൊണ്ട് മൂടിയ അവളുടെ മുഖം. അവൾ നടന്ന് ഈ തെരുവിലെത്തുമ്പോൾ യുവാവ് അവളുടെ കരം പിടിച്ച് അവളെ വാഹനത്തിലേക്ക് കയറ്റും. പിന്നീട് കൊട്ടും കുരവയും താളമേളങ്ങളുമായി പെൺകുട്ടി പോകുകയാണ്.
അങ്ങ് യുവാവിൻ്റെ ഭവനത്തിലേക്കുള്ള യാത്രയിൽ യുവാവിൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ചോദിക്കുന്നുണ്ട്, പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നുവോ? ഇല്ല, കാരണം മുഖം മൂടിയിരിക്കുകയാണ്. എത്രത്തോളം സൗന്ദര്യമുണ്ട്, അംഗലാവണ്യം എങ്ങനെയാണ്, എത്രത്തോളം ആഭരണ വിഭൂഷിതയാണ്, ആർക്കും അറിയില്ല. പെൺകുട്ടിയുടെ വീട്ടിൽ ഒരുക്കപ്പെട്ട വലിയ ഭോജനശാല, ആ മണവറയുടെ മുൻപിൽ പെൺകുട്ടി യുവാവിൻ്റെ വീട്ടുകാർക്ക് മുൻപിൽ ആ ദ്രഹ്മ കൃത്യമായി ഏൽപ്പിക്കുമ്പോൾ അവിടെ ഉയരുന്ന കരഘോഷം വലുതാണ്. കാരണം ഇവൾ നല്ലവളാണ്, വിശ്വസ്തയാണ്. കാരണം നാളെ ഈ വീടിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവൾ ഏറ്റവും ശ്രേഷ്ഠയാണ്. 7 നാളാണ് വിവാഹം. 7 നാൾ ആ വിവാഹം സമാഗമകത്ത് നടക്കുമ്പോൾ പുറത്ത് ഭോജനശാലയിൽ ഭക്ഷണമാണ്. ശേഷമായി ഈ പെൺകുട്ടിയും യുവാവും കൂടെ തിരികെ ഭോജനശാലയിലേക്ക് വരുമ്പോൾ വലിയ ഭോജനശാലയുടെ മുൻപിൽ എല്ലാ ജനത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് പെൺകുട്ടിയുടെ മുഖത്തെ വെയിലുയർത്തി ആ യുവാവ് പറയും, ഇവളാണ് എൻ്റെ കാണ്ട. അപ്പോഴാണ് അവളുടെ കണ്ണ് നിറയുന്നത്. അവിടെയാണ് അവൾ ആഹ്ലാദ ചുത്തയാകുന്നത്. ഞരങ്ങിയ രാത്രികൾ, ഒറ്റപ്പെട്ട ദിനങ്ങൾ, പ്രലോഭനം അനുഭവിച്ച നാളുകളൊക്കെ അവൾ അവിടെ അയവറക്കും ഇത്ര പ്രൗഢ ഗംഭീരമായ വേദിയിൽ മാനിക്കപ്പെടുവാനാണല്ലോ. അതേ പ്രിയരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ കർത്താവ് നമ്മളോട് പറയുന്നു, കലങ്ങണ്ട, ഞാൻ സ്വർഗത്തിലേക്കാണ് പോകുന്നത്, ഞാൻ സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. ആ കർത്താവ് പറയുന്നു, ഞാൻ പോയതുപോലെ ഞാൻ മടങ്ങി വരും. കർത്താവ് പറയുക, ഞാൻ പോയതുപോലെ മടങ്ങി വരും. ഇന്ന് ഈ രാത്രി കർത്താവ് പറയുന്നത്, ഞാൻ പോയതുപോലെ മടങ്ങി വരാൻ പോകുകയാണ്. ഇന്ന് രാത്രി ഒരു ആത്മീയൻ ധൈര്യപ്പെടുന്നത് അതിലാണ്. കർത്താവ് പോയതുപോലെ മടങ്ങി വരും. കർത്താവ് പോയതുപോലെ മടങ്ങി വരും. കർത്താവ് പോയതുപോലെ. ഇതാണ് ഓരോ മീറ്റിങ്ങിലും, ഓരോ പ്രാർത്ഥനകളും, ഓരോ ആരാധനകളിലും ഒരു ആത്മീയൻ നൊന്ത് നീറി ഇവിടെ കരയുന്ന പ്രാർത്ഥിക്കുന്നൊരു വാചകമുണ്ട്. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. അങ്ങ് വരാതെ ഞങ്ങളുടെ അല്ലല് തീരില്ല. അങ്ങ് വരാതെ ഞങ്ങളുടെ കണ്ണുനീര് ഒഴിയുകയില്ല. അതെ, കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറഞ്ഞു വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാമോ അവനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. അതെ, ആത്മീയൻ ആശ്വസിക്കുന്നത് അവിടെയാണ്. എൻ്റെ കർത്താവ് വരും, ഞാൻ പറന്നു പോകും. ഇനി കേൾക്കാൻ പോകുന്ന ഏറ്റവും മഹനീയമായ ശബ്ദമാണ്, ഇവിടെ കയറി വരുവീൻ. അതെ, ഉത്തമഗീതം ആ വാക്ക് കൊടുക്കുന്നത് 2:14 പറയുന്നു, കടുന്തൂക്കൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖമൊന്ന് കാണട്ടെ. മധ്യാകാശത്തിൽ മുഴങ്ങാൻ പോകുകയാ എൻ്റെ പ്രാവേ എന്നുള്ള വിളി കർത്താവ് വിളിക്കും കേട്ടോ. കടുന്തൂക്കൻ്റെ മറവിലും പാറയുടെ പിളർപ്പിലും ഇരിക്കുന്ന പ്രാവ്. പ്രാവെങ്ങനെ പാറയുടെ പിളർപ്പിലെത്തിയത്? പ്രാവെങ്ങനെ കടുന്തൂക്കിൻ്റെ മറവിലെത്തിയത്? ഓർമ്മിപ്പിക്കട്ടെ, കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തെക്കുറിച്ച് ലേവ്യ പുസ്തകം 14 1 മുതൽ 7 വരെ. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണത്തിന് 2 പ്രാക്കളാണ്. ഒന്നിനെ ഉറവ് വെള്ളത്തിൽ അറുക്കും, മറ്റൊന്നിനെ ഉറവ് വെള്ളത്തിൽ അറുക്കുമ്പോൾ മറ്റൊന്നിനെ ചിറക് കെട്ടും. ഉറവ് വെള്ളത്തിൽ അറുത്തതിൻ്റെ മേൽ ആ ഉറവ് വെള്ളത്തിൽ ഒരു പ്രാവിനെ അറുത്തു കഴിഞ്ഞ് അടുത്തതിൻ്റെ ചിറകു ബന്ധിക്കും. മറ്റൊന്ന് ഈ സൂപ്പ് തണ്ട്, ദേവദാരു, ചുവപ്പ് എന്നിവ ചേർത്ത് ബന്ധിച്ച് രക്തത്തിൽ മുക്കി കുഷ്ഠരോഗിയുടെ മേൽ 7 പ്രാവശ്യം തളിച്ച് ശുദ്ധി ചെയ്യും. ശേഷം കുഷ്ഠരോഗിയെ ശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോൾ ജീവനുള്ള പ്രാവിനെ ഈ വെള്ളത്തിൽ മുക്കും. ഈ ചോര കലർന്ന വെള്ളത്തിൽ മുക്കിയിട്ട് ചിറകഴിച്ച് പറത്തിവിടും. ചോരയിൽ കുളിച്ച പ്രാവ് പറന്ന് പഴയ കൂട്ടി ചെല്ലുമ്പോൾ കൂട്ടുകാർ പറയും, ഇനി നിന്നെ ഞങ്ങളുടെ കൂടെ വേണ്ട, നിന്റെ മേൽ രക്തത്തിൻ്റെ രൂക്ഷിത ഗന്ധമുണ്ട്. പഴയ പോലെ പറന്ന് ഏതെങ്കിലും മരക്കൊമ്പിലെത്തിയാൽ അവിടെയും ആരും ഇരുത്തില്ല. കാരണം രക്തത്തിൻ്റെ രൂക്ഷിത ഗന്ധമുണ്ട്. ഇര തേടി വയലുകൾ അഭയം പ്രാപിച്ചാൽ അവിടെയും കൊത്തി ഓടിക്കും. കാരണം നിന്റെ മേൽ രക്തം പുരണ്ടിട്ടുണ്ട്. ഇനി എവിടെങ്കിലും വിശ്രമിക്കാൻ ഇടം തേടിയാൽ കഴുകനും റാഞ്ചൻ പക്ഷിയും പുള്ളും കൊത്തിപ്പറിക്കാൻ വരും. ഒളിവിടമില്ല, പറക്കുകയാ. പിന്നാലെ കൊത്തിപ്പറിക്കാൻ പാഞ്ഞു വരുന്ന ഈ പറവകൾ. ഒളിവിടം തേടുന്ന പ്രാവ് ഒളിക്കുന്നത് പാറയുടെ പിളർപ്പിൽ, കടുന്തൂക്കിൻ്റെ മറവിലാണ്. അവിടെ ഒളിച്ച ആ ഒളിവിടത്തിൽ കയറിയിരിക്കുന്ന പ്രാവിനറിയാം, എൻ്റെ ഇണയുടെ രക്തത്തിൽ കുളിച്ചത് കൊണ്ടാണ് എന്നെ കൊത്തി ഓടിക്കുന്നത്, എനിക്ക് കൂടുപോയത്, എനിക്ക് പഴയ പോലെ ഇര തേടാൻ പറ്റാത്തത്, എല്ലാരെയും പോലെ പറന്നുല്ലസിക്കാൻ പറ്റാത്തത് എൻ്റെ ഇണയുടെ രക്തത്തിൽ ഞാൻ കുളിച്ചതുകൊണ്ട്. എനിക്കിനി എല്ലാവരെയും പോലെ ഒന്ന് പുറത്തു വരണമെങ്കിൽ എൻ്റെ ഇണ വരാതെ എനിക്കതിന് സാധ്യമല്ല. ഇന്ന് രാത്രി ആത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, യേശുക്രിസ്തു എന്ന ഇണയുടെ രക്തം വീണതിൻ്റെ പേരിൽ നിന്നയും ആട്ടും തുപ്പും അപമാനങ്ങളും സഹിച്ച് അടിക്കപ്പെട്ട പാറയായ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്ന ദൈവപൈതലേ, നിന്നെ ചേർക്കാൻ നിന്റെ പ്രാണനാഥൻ വരാൻ പോകുകയാകട്ടെ. നീ ഓടിയതിനും അധ്വാനിച്ചതിനും
നിന്ന കേട്ടതിനും അപമാനിക്കപ്പെട്ടതിനും നിന്നെ ചേർക്കാൻ നിന്റെ കർത്താവ് വരും. നിനക്കൊരു ഭവനമുണ്ട്, അവിടെ മാന്യത. ഇവിടെ ആദരവ് കിട്ടിയില്ലെന്ന് കരുതി ക്ഷീണിക്കല്ലേ, തളർന്നു പോകല്ലേ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കർത്തൃദാസന്മാരാണ് സാൻഫോർഡ് എഫ് ബെനറ്റും JP വെബ്സ്റ്ററും. ഒരുപാട് വേദികളിൽ കർത്താവിനെ പാടിയവരാ, ഒരുപാട് കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടവരാ. പക്ഷേ അർഹിച്ച മാന്യതയോ അർഹിച്ച പരിഗണനയോ ഒന്നും പ്രതീക്ഷിച്ചതുപോലെ കിട്ടാതായിട്ട് ഒരു മുറിക്കകത്ത് രണ്ടുപേരും തേങ്ങി ഞരങ്ങുകയാ. അർഹിച്ച ആദരവില്ലല്ലോ എന്ന നൊമ്പരത്തിൽ അവർ വേദനയോടെ ഇരിക്കുമ്പോൾ പരസ്പരം ധൈര്യപ്പെടുത്തി, ഇവിടെ ആദരവില്ലെങ്കിലും നമുക്ക് വേണ്ടി വീടൊരുക്കുന്ന ഒരു പിതാവുണ്ട്, നമുക്ക് വീടൊരുക്കാൻ പോയ നമ്മുടെ പ്രാണനാഥനുണ്ട്, അവൻ്റെ വേലയാ നാം ചെയ്യുന്നത്. ഇവിടെ ആദരവില്ലെങ്കിലും അവിടെ മാനിക്കും, ആ വീട്ടിൽ മാനിക്കും. അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി, അവർ കരുത്തരായി മാറി, അവരുടെ ഉൾത്തടത്തിലെ വിങ്ങലുകൾ കണ്ണീർ ചാലുകളായി മാറി. ആ നിമിഷം സാൻഫോർഡ് എഫ് ബെനറ്റ് വെള്ള പേപ്പറിലേക്ക് ഒരു 16 വരി കോറിയിട്ടു. അദ്ദേഹം വയലിൻ വായനക്കാരനായ JP വെബ്സ്റ്ററിന്റെ കരത്തിലേക്ക് അത് കൊടുക്കുമ്പോൾ താനത് മനോഹരമായി ചിട്ടപ്പെടുത്തി. അതേ പ്രിയരെ, ശോഭയുള്ളൊരു നാടുണ്ടത്, കാണാമേ ദൂരവിശ്വാസത്താൽ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്തിൽ. നമുക്ക് ആ ഗാനം ഒന്ന് ധ്യാനത്തോടൊന്ന് ചേർന്ന് പാടാൻ പ്രിയപ്പെട്ടവരെ. ശഖറബൽ ശോഭയേറും ഓർ നാടുണ്ടത്, കാണാമേ ദൂരെ വിശ്വാസ താതൻ വാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. വേഗം ചേർന്നിടും തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ ആ തീരത്ത്. നാമത്തിൽ ഈ നിമിഷം ജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഹോളി റീബി ശഖബല, നിത്യതയുടെ വിത്ത് ചുമക്കുന്നൊരു പുതുതലമുറ ഈ രാത്രി പുറത്തു വരട്ടെ. നിത്യതയുടെ വലിയൊരു വെളിപ്പാടിലേക്ക് ജനമെത്തട്ടെ. ഭൗതികതയുടെ ചിന്തകൾക്കപ്പുറത്ത് നിത്യതയുടെ ഘനമേറിയ വെളിപ്പാടിൽ ഈ രാത്രി ജനം വിടിവിക്കപ്പെടട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ ദൈവദാസന്മാർ കരുത്തരാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിൻ നാമത്തിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളുടെ വരവിൻ്റെ ധ്വനി മുഴങ്ങുന്ന ഈ കാലം നിത്യതയിൽ വീടൊരുക്കി കാത്തിരിക്കുന്ന അവിടുത്തെ ആ വരവിനെ മുൻപിൽ കണ്ട് ജീവിക്കാൻ ജനത്തിൻ്റെ മേൽ അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടുത്തണം. പ്രാർത്ഥിച്ച് ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.